അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണം എന്നുള്ളത് ഏതൊരു മനുഷ്യനും അഭിമുഖീകരിക്കാനുള്ള യാഥാർത്ഥ്യമാണ്. അതിൽ ചെറിയവനെന്നോ വലിയവനെന്നോ ആണെന്നോ പെണ്ണെന്നോ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ രോഗിയെന്നോ ആരോഗ്യവാനെന്നോ വ്യത്യാസമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്ന സമയത്ത് നിശ്ചയിക്കുന്ന സ്ഥലത്ത് വച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ആ മരണത്തെ ധാരാളമായി ഓർക്കുവാനും നമ്മോട് അള്ളാഹു കൽപ്പിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ഉമ്മത്തിനെ അത് ഓർമ്മിപ്പിക്കുകയും ചെയ്തത് പല സന്ദർഭങ്ങളിലായിക്കൊണ്ട് കാണാൻ സാധിക്കും. എന്തിനു വേണ്ടിയാണ് മരണത്തെ ഓർക്കാനും അതേപോലെ തന്നെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഓർമ്മ പുതുക്കുവാനും പറയാനുള്ള കാരണം അതിനുശേഷമുള്ള ജീവിതമാണ് മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിതം എന്നുള്ളതാണ്. അതിനുവേണ്ടി പണിയെടുക്കണം. ദുനിയാവിൻ്റെ സുഖങ്ങളും അതേപോലെ തന്നെ രസങ്ങളുമെല്ലാം ആസ്വദിച്ച് പരലോകം മറക്കുന്ന ഒരവസ്ഥ ഒരു മുഅ്മിനിനുണ്ടാകാൻ പാടില്ല. കാരണം അവൻ്റെ അജണ്ട, അവൻ്റെ എയിം പരലോകമാണ് എന്നർത്ഥം. എന്നിട്ട് പരലോകത്തെക്കുറിച്ച്, ആ മരണത്തെക്കുറിച്ചും ബർസഖിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗനരകങ്ങളെക്കുറിച്ചൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നു, റസൂൽ ഓതി തന്നു. ഇത്രയൊക്കെ പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, അത് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്. അദ്ദേഹം പറഞ്ഞു, കാല സമയത്തു സുഫിയാൻ സൗരി, അദ്ദേഹം പറയുന്നതായിക്കൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി പറയുകയാണ്, ലൗ അന്നൽ ബഹായിമ തഅകിലു മിനൽ മൗതി മാ തഅകിലൂന മാ അകൽതും മിൻഹാ സമീന. നിങ്ങൾക്ക് മരണത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നത്, അതിനുശേഷമുള്ള ലോകത്തെക്കുറിച്ച് പറഞ്ഞു തന്നത് കന്നുകാലികൾ, നാക്കാലികൾ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ നിങ്ങൾക്കൊരു തടിച്ച മൃഗത്തെയും ഭക്ഷിക്കാൻ കിട്ടില്ലായിരുന്നു. നമ്മൾ പശുവിനെയാകട്ടെ, പോത്തിനെയാകട്ടെ, കാളയാകട്ടെ, ആടിനെയാകട്ടെ, ഒട്ടകത്തെയാകട്ടെ ഒക്കെ ഭക്ഷ്യയോഗ്യമായ നാക്കാലികളെ തിന്നുന്നു, നല്ല തടിച്ചു കൊഴുത്തതിന് തിന്നുന്നു. എന്നാൽ മനുഷ്യന്മാർക്ക് ഖുർആനും ഹദീസും പഠിപ്പിച്ച മരണാനന്തര ലോകം അത് അവറ്റകളെ പഠിപ്പിക്കുകയായിരുന്നെങ്കിൽ, അവർക്ക് മനസ്സിലാക്കുകയായിരുന്നെങ്കിൽ അതിൻ്റെ ഭയപ്പാട് കൊണ്ട് നന്നായി ഒന്ന് തിന്നാനോ ആസ്വദിക്കാനോ സന്തോഷിക്കാനോ കഴിയാതെ മെലിഞ്ഞൊട്ടിയവകൾ ആകുമായിരുന്നു എന്നാണ് സുഫിയാനി സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. വല്ലാത്തൊരു വാചകമാണ് സഹോദരന്മാരെ. ബുദ്ധിയുള്ള ചിന്തയുള്ള മനുഷ്യൻ, ഈ മനുഷ്യന് ഇത്രയൊക്കെ ഓതി തന്നിട്ടും യാതൊരു മരണത്തെ പേടിയില്ലാതെ ഇന്നത്തെ ആണുങ്ങളാകട്ടെ പെണ്ണുങ്ങളാകട്ടെ അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കാട്ടിക്കൂട്ടുന്ന ലിബറൽ ലോകത്ത് എങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുന്നു അങ്ങനെയൊക്കെ പടച്ച റബ്ബിന് ഒരു പേടിയുമില്ലാത്ത ജീവിതം നയിക്കുന്ന ആളുകൾ, ഒരു പേടിയില്ല. താൻ എങ്ങനെയാണ് തൻ്റെ വസ്ത്രധാരണ കൊണ്ടുപോകേണ്ടത്, അതേപോലെ തന്നെ എൻ്റെ സംസാരവും പെരുമാറ്റവും എങ്ങനെയാവണം, എൻ്റെ സമ്പത്ത് എങ്ങനെയാകണം കൈകാര്യം ചെയ്യേണ്ടത്, കൊടുക്കുന്നത് വാങ്ങുന്നത് എങ്ങനെയായിരിക്കണം എന്നെല്ലാം നിർദ്ദേശമുണ്ട്. ഇതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും എന്നും നമുക്കെല്ലാവർക്കും അറിയാം സഹോദരന്മാരെ. എന്നിട്ട് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഒരു നിലക്കും ഭയപ്പെടാതെ തോന്നിയതുപോലെ ജീവിക്കുന്ന മനുഷ്യൻ, മുസ്ലിമിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് സുഫിയാനി സൗരി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പറയുന്നത്, മനുഷ്യൻ്റെ അവസ്ഥ എന്താണ് എന്നർത്ഥം. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിനെ ഏത് സമയത്ത് കണ്ടുമുട്ടേണ്ടി വന്നാലും
നല്ലൊരു സുന്ദരമായ പരലോകം കെട്ടിപ്പടുക്കാനുള്ള വിഭവങ്ങൾ ഒരുക്കിയിട്ടാണോ, കരുക്കൾ നീക്കിയിട്ടാണോ ഞാനും നിങ്ങളും പടച്ചറപ്പിനെ കണ്ടുമുട്ടുന്നത് എന്ന് ഏതൊരു മനുഷ്യനും, ഏതൊരു രക്ഷിതാവും, ഏതൊരു മക്കളും, ആണും പെണ്ണും, കാലഘട്ടം ഇതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ട് ഞങ്ങനായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൃത്യമായി ഏത് കാലഘട്ടത്തിലും ജീവിക്കാനും മുത്തഖിയായി മുഅ്മിനായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യനും മരണം ആസ്വദിക്കും. ജനിച്ചിട്ടുണ്ടോ, പിറന്നു വീണിട്ടുണ്ടോ, മരിച്ചു പോകും, യാതൊരു സംശയവുമില്ല. വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം പൂർണ്ണമായി നൽകപ്പെടുന്നത് ഖിയാമത്ത് നാളിലാണ്. എന്നിട്ട് അല്ലാഹ് പറയുകയാണ്, ഫമൻ സുഹ്സിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരാണ് വിജയി? ആരാ വിജയി? നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് കയറ്റപ്പെട്ടവൻ, അവനാണ് വിജയി. അപ്പം ഇവിടെ എന്ത് കെട്ടിപ്പടുത്താലും, ഇവിടെ എത്ര ഉണ്ടാക്കിയാലും, എത്ര നല്ല മക്കളുണ്ടെങ്കിലും, വിദ്യാസമ്പന്നരായ മക്കളുണ്ടെങ്കിലും, എത്ര കോടികൾ ഉണ്ടാക്കിയാലും, ജീവിതത്തിൽ എത്ര സുഖം ഉണ്ടെങ്കിലും, ഒമൽ ഹയാത്ത് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ, ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ വഞ്ചിക്കണ ചരക്കാണ് കൂട്ടരെ, വഞ്ചനാ ചരക്കാണ്. ഒന്നും ശാശ്വതമല്ല, ഒന്നിനും നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റൂല. കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ച പോലെ വലിയ വീടെടുത്തു താമസിക്കും, നമുക്ക് അറിയില്ല എത്ര കാലം താമസിക്കും അറിയില്ല. കല്യാണം കഴിച്ച ആ പെണ്ണിൻ്റെ കൂടെ, ആ ആണിൻ്റെ കൂടെ എത്ര കാലം ജീവിക്കും അറിയില്ല. പിന്നെ എന്തിനാണ് അവന് വേണ്ടിയിട്ട്, അവൾക്ക് വേണ്ടിയിട്ട് ഹറാമ് ചെയ്യണത്? അവൻ പറഞ്ഞു കേട്ടിട്ട് എന്തിനാണ് ഹറാമ് ചെയ്യണത്? പരലോകത്തുനിന്ന് കൈപിടിച്ച് കയറ്റാൻ അവൾക്കാകുമോ, അവനാകുമോ? സാധിക്കൂല. പക്ഷെ മുഅ്മിന് സാധിക്കും. ഒരു മുഅ്മിനായ മനുഷ്യൻ തനിക്ക് ഇഷ്ടപ്പെട്ടവരെ സ്വർഗത്തിൽ നിന്നും നരകത്തിൽ നിന്നും കരകയറ്റാൻ, ശഫാഅത്ത് ചെയ്യാൻ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരമൊരുക്കുന്നുണ്ട്. അതിന് മുഅ്മിനാകണം. ലിബറലായ പോരാ, തോന്നുന്ന പോലെ ജീവിച്ചാൽ പോരാ, വൃത്തികെട്ട ജീവിതം നയിച്ചാൽ പോരാ. ഹറാമായ ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയും അതേപോലെ തന്നെ സംവിധാനങ്ങളും നെറ്റും മൊബൈലും എല്ലാം ഉണ്ട്. മലിന ജീവിതം നയിച്ചാൽ പോരാ. ഒറ്റക്കാകുന്ന സമയത്ത് ഹറാമുകൾ കാണുന്നു, ആസ്വദിക്കുന്നു. പുറത്ത് നല്ല ക്ലീൻ ഇമേജാണ്, നല്ല മനുഷ്യനാണ്, നല്ല ഹാജിയരാണ്, നല്ല ഉഷാറാണ്, എല്ലാം നല്ല ആളാണ്. പക്ഷേ ഉള്ളു പോക്കാണ്. അപ്പോൾ സഹോദരന്മാരെ, ഈ ദുനിയാവും അതിൻ്റെ സുഖങ്ങളും അതിൻ്റെ രസങ്ങളിൽ പിന്നാലെ പോയിക്കൊണ്ട് ജീവിതം കളയരുത് എന്നർത്ഥം. ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കാത്ത ആ അതിഥി നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും, ഏത് സമയത്തുമാകാം. ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, നിങ്ങളുടെ റൂമുകളിൽ രാത്രിയുടെ അവസാനങ്ങളിലോ അതേപോലെ തന്നെ നിങ്ങൾ ഒറ്റക്കാകുന്ന സമയത്തും ആളുള്ള സമയത്തും നിങ്ങളുടെ രഹസ്യവും പരസ്യവും എല്ലാം അറിയുന്ന, സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, പരസ്യം അറിയുന്ന ആ റബ്ബിലേക്കാണ് പോകാനുള്ളത്. അവിടേക്ക് പോകാനുള്ളത്. ഇല്ലെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഒന്നും അറിയാത്ത മണ്ണായി പോകുന്ന അവസ്ഥയാണെങ്കിൽ സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ ഫയുനബ്ബിഉകും, എന്നിട്ട് ഓൻ പറഞ്ഞുതരും നിങ്ങൾക്ക്. നബ്ബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാർത്ത പറഞ്ഞ് സംഭവിച്ചതൊക്കെ പറഞ്ഞുതരും. ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, എന്ത് ചെയ്തു എന്നുള്ളത് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പറഞ്ഞുതരും. അങ്ങനെ ഒരു ലോകത്തേക്കാണ് പോകാനുള്ളത്. അതുകൊണ്ട് സഹോദരന്മാർ, എപ്പോഴെന്നറിയില്ല, എല്ലാം പൂർത്തിയാക്കിയിട്ട് വീടെടുത്തിട്ട് മരിക്കാം, മക്കളെ കെട്ടിച്ചയച്ചിട്ട് മരിക്കാം, ആ മകൾ ഒരു ജോലിയിൽ കയറിയിട്ടൊക്കെ എന്നിട്ടേ മരിക്കുള്ളൂ. ഒന്നും പറയാൻ പറ്റില്ല. 10 കൊല്ലം ഒരു കാര്യത്തിന് വേണ്ടി പണിയെടുത്തു, റിസൾട്ട് എത്തിയിട്ടില്ല. പക്ഷെ അതിൻ്റെ മുമ്പ് എല്ലാം പെട്ടി മടക്കിച്ച് പോകേണ്ടി വരും. അതാണ് ഈ ദുനിയാവ് എന്ന് പറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ. പോകുമ്പോൾ എന്ത് കൊണ്ടുപോകാനുണ്ട്? നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുപോയ കൂട്ടുകാരന്മാർ, നമ്മളെ കൂടെയുള്ളവർ, നമ്മളെ അയൽവാസികൾ, ഭാര്യ, ഭർത്താവ്, ആരെങ്കിലും നമ്മളെ രക്ഷപ്പെടുത്താനുണ്ടാവും? ഒരാളും ഇല്ല സഹോദരൻ. സ്വന്തം വീട്ടിലേക്ക്, മണ്ണറയിലേക്ക് നമ്മൾ കയറിയിരിക്കും, അല്ലെങ്കിൽ കയറി കിടക്കും. അവിടെ കിടത്തും നമ്മളെ. അവിടെ നമ്മളെ ലോകം തുടങ്ങുകയാണ്. ആ ഒരു ഖബറിന്റെ വക്കത്തിരുന്നുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞു, അഇദ്ദൂ, നിങ്ങൾ ഒരുങ്ങണം. എന്തിനു വേണ്ടി? ലിമിസ്ലി ഹാദൽ യൗം, ഇതുപോലൊരു ദിവസത്തേക്ക്. എത്ര ആളുകളെ ഖബറിലേക്ക് നമ്മൾ ഇറക്കി വെച്ച് കൊണ്ടുപോയി അവിടെ കെടുത്തി, എന്നിട്ട് മണ്ണിട്ട് തസ്ബീഹും ചൊല്ലി നമ്മൾ പിരിഞ്ഞു പോന്നു. അതുപോലെ നമ്മളൊക്കെ എടുത്തി തിരിഞ്ഞു പോരും. പിന്നെ ആരുമില്ല, നമ്മളെ മൊബൈൽ കൂട്ടിനില്ല,
വൃത്തികേടുകളിലേക്ക് നമ്മളെ ക്ഷണിച്ച ലോകമില്ല, സാഹചര്യങ്ങളില്ല, ഒന്നുമില്ല. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ അമലില്ല. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം തരുന്ന നാൾ അവിടെ തന്നെ തുടങ്ങുകയാണ് എന്നർത്ഥം. അതുകൊണ്ട് ഈ ഖബറിനും വേണ്ടി, അതേപോലെ തന്നെ ഈ പരലോകത്തിന് വേണ്ടി പണിയെടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്, ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്നൽ മൗത ഫസഅ, മരണം എന്ന ആ ഒരു പ്രക്രിയ, ആ ഒരു സംവിധാനം അത് ഭീതിജനകമാണ്. ആരാ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി 1311 ഹദീസായിക്കൊണ്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്. മരണം എന്നൊരു ഭീകരമായ അവസ്ഥയാണ്, മരണം പേടിപ്പെടുത്തുന്നൊരു കാര്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവേദനയെ കുറിച്ച് സഹാബത്ത് പറയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്രാത്തിന്റെ സമയത്ത് പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സക്രാത്ത്, മരണത്തിനൊരു സക്രാത്തുണ്ട്, അതിൻ്റെതായ ഒരു ഭീകരമായ അല്ലെങ്കിൽ വേദനാജനകമായ ഒരു അവസ്ഥയുണ്ട്, ഒരു ലഹരിയുണ്ട്. ثم نسب يده فجعل يقول في الرفيق الاعلى. എന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കിടക്കാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണക്കിടക്കയിൽ. എന്നിട്ട് കൈ ഇങ്ങനെ കുത്തിച്ചാരി വെച്ചിട്ട് ആകാശത്തേക്ക് പിന്നെ ശരിക്ക് കൈ പൊന്തി വെക്കാൻ കഴിയണില്ല. റസൂൽ ആകാശത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഫിർ റഫീഖിൽ അഅല, അത്യുന്നതനായ കൂട്ടുകാരനായ റബ്ബിലേക്കാണ് പോകുന്നത്. ഹത്താ ഖുബില വമാലത് യദുഹു, അത് പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹിനെ പിടിക്കുകയും കൈ താഴേക്ക് ചെരിയുകയും ചെയ്തു എന്ന് നമുക്ക് സഹാബത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം റിപ്പോർട്ട് ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞു തരണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോലും സക്രാത്തുണ്ട്. രണ്ട് മനുഷ്യന്റെ വേദന, മരണവേദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ചു. അക്രമികളായ തോന്നിവാസികളുടെ മരണത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറുൽ മലായികതു യദ്രിബൂന ഉജൂഹഹും വഅദ്ബാറഹും. റസൂലേ, കാഫിറുകളായ നിഷേധികളായ തോന്നിവാസികളുടെ മരണത്തെ നിങ്ങൾ കാണുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരുടെ പിരടിയിലും അവരുടെ മുഖത്തും അടിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് തന്നെ അവർ പറയുന്നത് എന്താ, വിളംബരം ചെയ്യുന്നത് എന്താ? വേദനാജനകമായ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. എന്തേ നിങ്ങൾക്ക് ഇത്ര മോശപ്പെട്ടൊരു പതനമുണ്ടാകാൻ കാരണം? നല്ലൊരു ജീവിതം അല്ലാഹു നൽകിയല്ലോ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതോ പ്രവാചകന്മാരെ വിട്ടുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെക്കുറിച്ച് പഠിപ്പിച്ചു എന്നല്ലോ, ദുനിയാവിൻ്റെ നശ്വരതയെക്കുറിച്ച് പറഞ്ഞു തന്നല്ലോ. നിങ്ങൾക്ക് അള്ളാഹു ആയുസ് നൽകിയല്ലോ, ചിന്തിക്കാവുന്നിടത്തോളം ചിന്തിക്കാനുള്ള സമയം നൽകിയല്ലോ. എന്നിട്ടെന്തേ ഈ അവസാന സമയത്ത് ഇത്ര മോശമായ പതനമുണ്ടായത്? അത് ദാലിക ബിമാ ഖദ്ദമത് ഐദീകും, നിങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണമാണ്. വ അന്നല്ലാഹ ലൈസ ബിളല്ലാമിൽ ലിൽ അബീദ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകളോട് അക്രമം ചെയ്യുന്നവനല്ല. എന്തിങ്ങനെ ഇങ്ങനെ മരണം ഉണ്ടാകാൻ കാരണം? നിങ്ങൾ ചെയ്തു കൂട്ടിയതാണ്. പ്രിയപ്പെട്ട സഹോദരി, നീ ചെയ്തു കൂട്ടിയതാണ്. സഹോദരന്മാരെ, നമ്മൾ ചെയ്തു കൂട്ടിയത് കൊണ്ടാണ് എന്ന് മലക്കുകൾ പറഞ്ഞുകൊണ്ടാണ് റൂഹിനെ പിടിക്കുന്നത്. പിരടിയിലും മുഖത്തും അടിച്ചുകൊണ്ട് റൂഹിനെ പിടിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അൻഫാലിൻ്റെ 50-51 ആയത്തുകളിലൂടെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സഹോദരന്മാരെ, ഇങ്ങനെയുള്ള ഒന്നില്ലെങ്കിൽ നല്ല മരണം, രണ്ട് മരണമുള്ളൂ. നല്ല മരണം, റാഹത്തുള്ള മരണം, സ്വർഗത്തിലേക്ക് ആനയിച്ച് കൊണ്ടുപോകുന്ന മരണം, അല്ലെങ്കിൽ ഭീകരമായ മരണം. ഈ രണ്ട് മരണമേ ലോകത്ത് നടക്കുന്നുള്ളൂ. ഇതിലേത് മരണമാണ് നമുക്ക് വേണ്ടത്? അതിന് നമ്മൾ എന്ത് പണിയാണ് എടുക്കേണ്ടത്? മരണത്തിന് മുമ്പ് നാം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ അംസൈത ഫലാ തൻതദിർ സബാഹ്, വൈകുന്നേരമായി കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി രാവിലെ പൊൻപുലരി കാണുമോ എന്നറിയില്ല, വിറങ്ങലിച്ച് കിടക്കുന്നുണ്ടാവും എന്നർത്ഥം. അതുകൊണ്ട് വൈകുന്നേരമായാൽ രാവിനെ പ്രതീക്ഷിക്കരുത്. ചെറുപ്പക്കാരനാണല്ലോ, 40 വയസ്സായിട്ടുള്ളൂ, 35 വയസ്സായിട്ടുള്ളൂ. ഇപ്പം 35, 40, 45 വയസ്സുകാരുടെ മരണത്തിൻ്റെ ചാകരയുടെ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. ഒരു കാരണവുമില്ല. സൈലൻ്റ് അറ്റാക്ക്, നമ്മളൊരു പേരും വിളിച്ചിട്ടുണ്ട്, സൈലൻ്റ് അറ്റാക്ക്. ഏത് സമയത്താണെങ്കിലും സഹോദരന്മാർ, ഏത് വയസ്സിലാണെങ്കിലും പോകേണ്ടി വരും. എന്തോരം പ്രതീക്ഷകളാണ് നമുക്കുള്ളത്, എന്തെല്ലാം ചെയ്തു തീർക്കാനുണ്ട്, എന്തെല്ലാം പ്ലാനുകളും പദ്ധതികളുമാണ് നമ്മൾ ഇട്ടത്. പക്ഷെ ഒന്നും മുഴുമിപ്പിക്കാനോ പൂർത്തിയാക്കാനും സാധിച്ചില്ല. റസൂലുള്ളാഹി പറഞ്ഞു, അങ്ങനെ വൈകുന്നേരമായാൽ രാവിലെ പ്രതീക്ഷിക്കരുത്. വൈദാ അസ്ബഹത ഫലാ തൻതദിൽ മസാ, രാവിലെയായി വൈകുന്നേരം തിരിച്ചു വരുമെന്ന് അറിയില്ല. അതല്ല,
അതല്ല പൊതിഞ്ഞ തുന്നിച്ചേർത്ത ശരീരവുമായി ആംബുലൻസ് ചീറിപ്പാഞ്ഞുകൊണ്ടാണോ? ബൈക്കിൽ, കാറിൽ, നടന്ന് ബസ്സിന് പോയ ആൾക്കാരാണ് പരിയുന്നത് വീട്ടിൽ നിന്ന്. എല്ലാം കഴിഞ്ഞ് ആക്സിഡൻ്റായി അന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് എന്നിട്ട് കെട്ടിപ്പൊതിഞ്ഞ് കെട്ടിയ ബോഡിയുമായി കൊണ്ട് ഒരു ചീറിപ്പാഞ്ഞൊരു ആംബുലൻസ് വീട്ടിൻ്റെ മുറ്റിൽ വന്ന് നിൽക്കലാണോ നമുക്കറിയില്ല. എന്നും നമ്മൾ പോണാണ്, 365 ദിവസം പോയിട്ടുണ്ട്. പക്ഷെ ഒരു ദിവസം ഇങ്ങനെ സംഭവിക്കുന്നു. കൊഴിഞ്ഞു വീണ വാർത്തകൾ കേൾക്കുന്നു. ഓഫീസിൽ, സ്ഥാപനങ്ങളിൽ, ജോലി ഇടങ്ങളിൽ 2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ വീട്ടുകാരും നാട്ടുകാരൊക്കെ ചർച്ച ചെയ്യും. പിന്നെ മറന്നു, അവർ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു. ഭാര്യമാരും ഭർത്താക്കന്മാരും അടക്കം 1-2 ആഴ്ച അത് കഴിഞ്ഞ് അവരും മറന്നു. അവരുടെ അടുത്തുകൊണ്ട് ഈ ഫോണും അതേപോലെ തന്നെ സംവിധാനമൊക്കെ. അവരതിലേക്ക് വീണ്ടും അവർ മടങ്ങി. ഭർത്താവാകട്ടെ ഭാര്യയാകട്ടെ, നമുക്ക് വേണ്ടി കരയാൻ, നമുക്ക് വേണ്ടി പിന്നെ പ്രയാസപ്പെടാൻ നമ്മളെ ഉണ്ടാവുള്ളൂ, സന്തോഷിക്കാനും നമ്മളെ ഉണ്ടാവുള്ളൂ. അതിനു വേണ്ടി അമലെടുക്കണം. അതുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അടിവരയിട്ട് മനസ്സിലാക്കിക്കോ മുഅ്മിനെ, ഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക. രോഗമാകുന്നതിന് മുമ്പ് നല്ല ആരോഗ്യം ഉണ്ടാകുമ്പോൾ ചെയ്തോ, അജണ്ട പൂർത്തിയാക്കിക്കോ. വമിൻ ഹയാതിക ലിമൗതിക. മരണപ്പെടുന്നതിന് മുമ്പ്, ജീവിതത്തിൽ മരണത്തിന് ശേഷമുള്ള കാലഘട്ടത്തിന് വേണ്ടി പണിയെടുത്തോ. മരിക്കുന്ന ഉറപ്പാണ്. അതിൻ്റെ എന്ത് ചെയ്യണം? സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പണിയെടുക്കേണ്ടതുണ്ട്, അമൽ ചെയ്യേണ്ടതുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വനബ്ലുവന്നകും ബിശ്ശർരി വൽ ഖൈരി, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുമെന്ന് പറഞ്ഞു. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, വനബ്തലീകും ബിശ്ശിദ്ദതി വർ-റഖായി വസ്സിഹ്ഹതി വസ്സുഖി വൽ ഗിനാ വൽ ഫഖ്രി വൽ ഹലാലി വൽ ഹറാം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും ആരോഗ്യം തന്ന് പരീക്ഷിക്കും, അതേപോലെ രോഗം തന്ന് പരീക്ഷിക്കും, നല്ല സമ്പത്ത് തന്ന് പരീക്ഷിക്കും, അതേപോലെ തന്നെ പിന്നെ ഫഖർ തന്ന്, ദാരിദ്ര്യം തന്നുകൊണ്ടും അള്ളാഹു പരീക്ഷിക്കും. നല്ല സുഖകരമായ ഐശ്വര്യകരമായ ജീവിതം കൊണ്ട് പരീക്ഷിക്കും, നല്ല പ്രയാസപ്പെട്ട ജീവിതം കൊണ്ട് പരീക്ഷിക്കും. അള്ളാഹനെ നന്നായി ഇബാദത്തെടുത്ത് ത്വാഅത്തോടുകൂടി ജീവിക്കുന്ന രീതിയിലും പരീക്ഷിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാം ചെയ്ത് തോന്നിവാസിയായി വൃത്തികെട്ടവനായി ജീവിക്കുമ്പോൾ തന്നെ നല്ല സുഖകരമായ ജീവിതം നൽകിക്കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. എല്ലാ നിലക്കും അള്ളാഹിൻ്റെ പരീക്ഷണം ഉണ്ടാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഇസ്രായേലിൽപ്പെട്ട 3 ആളുടെ കഥ പഠിപ്പിച്ചു കൊടുത്തല്ലോ. 3 ആൾക്കാർ, ഒരാൾ എന്താണ്? ഒരാൾ കഷണ്ടിയാണ്, തലയിൽ മുടിയില്ല. മറ്റൊരാൾ വെള്ളപ്പാണ്ടുകാരനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഥ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു 3 കൂട്ടരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചതിൻ്റെ കഥയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അഖ്റ, അതേപോലെ തന്നെ അബ്റസ്, അഅമ, ഒരാൾക്ക് കണ്ണ് കാണൂല. ഒന്ന് വെള്ളപ്പാണ്ടുകാരനാണ്, ഒന്ന് കഷണ്ടിയാണ്, ഒന്ന് അഅമയാണ്, കണ്ണ് കാണാത്തവനാണ്. അല്ലാഹു ഒരു മലക്കിനെ മനുഷ്യരൂപത്തിൽ വിട്ടു. അപ്പോൾ അവരാ ജീവിതത്തിൽ അത് വലിയൊരു പരീക്ഷണമാണ്. കണ്ണ് കാണൂല, വെള്ളപ്പാണ്ടുകാരൻ മനുഷ്യന്മാരുടെ ഇടയിൽ ജീവിക്കാൻ വയ്യ, ആരും അടുക്കണില്ല. അതേപോലെ തന്നെ കഷണ്ടിക്കാരൻ ആളുകൾ കളിയാക്കണ്. ഒരു മനുഷ്യൻ്റെ കോലത്തിൽ ഒരു മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടു. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യം നിറവേറ്റി തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ വേണ്ടത്? 3 ആൾ ആവശ്യം പറഞ്ഞു. ഒരാൾക്ക് കണ്ണ് കാണണം, ഒരാൾക്ക് വെള്ളപ്പാണ്ട് പോകണം, ജനങ്ങളുടെ അടുത്ത് ജീവിക്കാൻ പറ്റണില്ല. അതേപോലെ തന്നെ മറ്റാൾക്ക് നല്ല തലമുടി വേണം. അതിന് പുറമെ അവർക്ക് നല്ല ആടുകളായിട്ടും അതേപോലെ തന്നെ നല്ല പശുക്കളായിട്ടും അങ്ങനെയുള്ള ദുനിയാവിൻ്റെ വിഭവങ്ങളും എല്ലാം ഓഫർ ചെയ്തു. അവർക്കത് കിട്ടി, ധാരാളമായി കിട്ടി. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നൊരു കാര്യമുണ്ട്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം അവർക്ക് ഇല്ലായ്മ കൊണ്ട് പരീക്ഷിച്ചു, അതല്ല പരീക്ഷണം. പിന്നെ അല്ലാഹു എല്ലാ സുഖം കൊണ്ടും പരീക്ഷിച്ചു, അതാണ് പരീക്ഷണം. സുഖം കൊണ്ട് പരീക്ഷിക്കുക. 3ാമത് അതിനേക്കാൾ കാഠിന്യമായ പരീക്ഷണം എന്താണ്? ഈ മലക്കിനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ദരിദ്രനായ ഒരു മനുഷ്യൻ്റെ കോലത്തിൽ, മിസ്കീൻ്റെ കോലത്തിൽ, സാധുവിൻ്റെ കോലത്തിൽ ഇവരെ 3 അടുക്കലേക്ക് അയച്ചു. അതാണ് ഏറ്റവും വലിയ പരീക്ഷണം. എന്നിട്ട് പറയാണ്, ഈ മിസ്കീനായ മനുഷ്യൻ വന്ന് പറയാണ്, ഞാൻ വളരെ പാവപ്പെട്ടവനാണ്, മിസ്കീനാണ്, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തന്ന ഔദാര്യത്തിൽ നിന്നും എനിക്ക് തരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ധാരാളം ഔദാര്യം തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് തരണം എന്ന് ഈ മനുഷ്യൻ
പാവപ്പെട്ട മനുഷ്യൻ ഇവരോടൊന്ന് പോയി പറയണം. അതിൽ 2 ആൾ പരാജയപ്പെട്ടു പോയി, 3-ാമത്തെ ആൾ അതിൽ വിജയിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പരീക്ഷണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ തരും. അതിൽ പരീക്ഷണം എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ അള്ളാഹു സുഖമെല്ലാം നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ കൊടുക്കേണ്ട സമയമായപ്പോൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നന്ദി കാട്ടേണ്ട സമയമായപ്പോൾ അതിൽ നിന്നും പിന്തി നിൽക്കുന്നതല്ല. ഇൻ ശകർത്തും ലഅസീദന്നകും, നിങ്ങൾ ശുക്ർ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ അലംഘനീയമായ നിയമത്തിന് വേണ്ടി ഈ മരണത്തിന് അതിൻ്റെ മുന്നോടിയായിക്കൊണ്ട് അമലുകൾ ചെയ്യണം. പരീക്ഷണത്തിൽ വിജയിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അയച്ചിട്ടുള്ളത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്ത്? മരണത്തിന് മുമ്പ് ജീവിത കാലഘട്ടത്തിൽ നിങ്ങൾ എന്താക്കണം? പണിയെടുക്കണമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാനുള്ള കാരണം, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് മരണബോധത്തോടു കൂടി ജീവിച്ച് ഹറാമുകളിൽ നിന്നും മാറി നിന്ന് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കാനുള്ള തൗഫീഖ് നമുക്കും നമ്മുടെ കുടുംബത്തിനുമെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണം എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മരണത്തിന് ശേഷമുള്ള ജീവിതം നന്നാകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്രധാന കാര്യമാണ് നമ്മൾ പറഞ്ഞത്, മരണത്തെ ഓർക്കുക എന്നുള്ളത്. അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാവിധ രസങ്ങളെയും ഇല്ലാതാക്കി കളയുന്ന മരണത്തെ നിങ്ങൾ ഓർക്കണം. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് തഖാഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, മൻ അക്സറ ദിക്റൽ മൗതി ഉക്രിമ ബി സലാസതി അഷ്യാഇൻ. ഒരാൾ മരണബോധത്തോടു കൂടി ജീവിക്കുന്ന ആളാണെങ്കിൽ അയാൾ 3 കാര്യങ്ങൾ കൊണ്ട് ആദരിക്കപ്പെടും. എന്താണ് ആ 3 കാര്യങ്ങൾ? തഅജീലു തൗബ, അയാൾ തെറ്റുകൾ ജീവിതത്തിൽ വന്നു പോയാൽ തൗബ ചെയ്യും. കാരണം എന്ത്? എപ്പോഴാണ് മരിക്കാന്ന് അറിയില്ല. ഏത് സമയത്തും തൗബ കൊണ്ട് ജീവിതം സമ്പുഷ്ടമാക്കും, തൗബ ചെയ്യുന്നവനായിരിക്കും. രാത്രി നമസ്കാരത്തിലും അല്ലാത്ത സമയത്തിലും തഅജീലു തൗബ, തൗബ ചെയ്യാൻ ധൃതി കാണിക്കും. മരണബോധമുള്ള മനുഷ്യൻ്റെ പ്രത്യേകതയാണ്. അതേപോലെ തന്നെ ഖനാഅത്തിൽ ഖൽബി, അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സുണ്ടാവും. ഇനി ഉണ്ടാക്കണം എന്നല്ല, എന്തുണ്ടാക്കിയിട്ട് എന്താ, അങ്ങോട്ടേക്ക് ഉണ്ടാക്കണം, ഇവിടെ ഉണ്ടാക്കി കൊണ്ടുപോകില്ലല്ലോ. ആർത്തി, വല്ലാത്ത ആർത്തിയാണ് ആദമിൻ്റെ മോന്. അത് ആദമിൻ്റെ മോൻ്റെ പ്രകൃതിയിൽ അല്ലാഹു വെച്ചതാണ്. അത് പരീക്ഷണമാണ്. 2 സ്വർണ്ണമല സ്വന്തമായി ഉണ്ടെങ്കിൽ 3ാമത് ആഗ്രഹിക്കുന്ന പറഞ്ഞു. അവനും അവൻ്റെ 100 തലമുറക്ക് ജീവിക്കാനും എന്നിട്ട് ബാക്കി ഉണ്ടാവും. 2 സ്വർണ്ണമല പർവ്വതം, സ്വർണത്തിൻ്റെ പർവ്വതം അവനുണ്ടെങ്കിൽ 3ാമത്തെ ആഗ്രഹിക്കും. ഇതാണ് ആദമിൻ്റെ മോൻ്റെ പ്രത്യേകത. ആരാൻ്റെ ഹക്ക് വിട്ടുകൊടുക്കാൻ വല്ലാത്ത വേദനയാണ്. അൻ്റെതാണോ നിൻ്റെയാണോ? അല്ല, ആരാൻ്റെ ആണ്. ഇന്നെന്താ കൊടുത്തൂടെ? അത് കൊടുക്കൂല. ആരാൻ്റെ ഹക്ക് കൊടുക്കൂല. കടം വാങ്ങി തിരിച്ചു കൊടുക്കൂല. ബിസിനസ്സിൽ ഇറക്കി തിരിച്ചു കൊടുക്കൂല. എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ കുടുംബ സ്വത്തുക്കൾ തൻ്റെ ഉടപ്പറപ്പുകൾക്ക്. അപ്പൊ അത്രയ്ക്ക് ആർത്തിയാണ് മനുഷ്യന്. പക്ഷെ മരണബോധമുള്ളവന് ഖനാഅത്തുൻ നഫ്സ് ഉണ്ടാകും. എന്താ കാരണം? കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടാൻ അവൻ എന്തുണ്ടാവും. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അവനവൻ്റെ ഇബാദത്തിൻ്റെ കാര്യത്തിലൊക്കെ നിഷ്ഠ ഉണ്ടാകും. മറ്റേത് ഓടുകയാണ്. നിസ്കരിക്കാൻ നേരമില്ല, ജമാഅത്തിന് നേരമില്ല, പള്ളി വരാൻ നേരമില്ല, കൃത്യരുന്ന് ഉറങ്ങാൻ നേരമില്ല. എന്താണ്? ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ. എന്നിട്ട് വെട്ടിപ്പിടിച്ചാലൊക്കെ എങ്ങനെ പോയത്? വെട്ടിപ്പിടിച്ചാലൊന്നും ഇല്ലാതെ പോയത്. കയ്യൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു എന്നാണ്. എല്ലാം വെട്ടിപ്പിടിച്ച ആള് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ എൻ്റെ കൈ പുറത്തേക്കിട്ട് കാണിച്ചു കൊടുക്കണം, ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി. ഒന്നും കൊണ്ടുപോകണില്ല. ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് കുഞ്ഞ് വരുന്നത് കൈ ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ചിട്ടാണ്. ഒന്നുമില്ലാത്ത കുട്ടി ചുരുട്ടിപ്പിടിച്ചിട്ടാണ് വരുന്നത്. പക്ഷെ എല്ലാം നേടിയ നമ്മൾ എന്തെല്ലോ നേടി, വലിയ സർട്ടിഫിക്കറ്റുകൾ നേടി, അധികാരങ്ങൾ നേടി, സമ്പത്ത് നേടി, പ്രശസ്തി നേടി. എന്തെങ്കിലും കൊണ്ടുപോകണ്ട? ഇല്ല, കൈ തുറന്നിട്ടാ പോണേ, ഒന്നും കൊണ്ടുപോകണില്ല. അപ്പൊ ഖനാഅത്തുൻ നഫ്സ് ഉണ്ടാകും. 3ാമത് അദ്ദേഹം പറയുകയാണ്,
നശാത്തുൽ ഇബാദത്തിൽ നഷീത്തായിരിക്കും, നല്ല ഉന്മേഷവാനായിക്കൊണ്ട് ഇബാദത്ത് ചെയ്യും. ഇബാദത്തിൽ നല്ലൊരു ചൂടും ചുക്കാൻ നിൽക്കണം, നിസ്കരിക്കണമൊക്കെ കൃത്യമായിരിക്കും, റിയാ ഉണ്ടാവില്ല, അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കാനൊരു ആഗ്രഹം ഉണ്ടാകും. കാരണം എന്താ, ഇതൊക്കെ അവൻ്റെ അക്കൗണ്ടിക്കുള്ളതാണ്, അവളുടെ അക്കൗണ്ടിക്കുള്ളതാണ്. അതുകൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കുന്നു. ചെയ്യുന്ന ഇബാദത്തിന് നല്ല റൂഹുള്ള ഇബാദത്തായിരിക്കും. അപ്പൊ മരണബോധമുള്ളവന്, മരണത്തെക്കുറിച്ച് എപ്പോഴും പേടിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 3 കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു അയാളെ ആദരിക്കും. ഒമൻ, ഒരുത്തൻ നസിയഹു, മരണബോധമില്ലാതെ ഇങ്ങനെ നടക്കുകയാണ്, അങ്ങനെ ജീവിച്ച് തീർക്കുകയാണെങ്കിൽ 3 കാര്യങ്ങൾ കൊണ്ട് അയാൾ ശിക്ഷിക്കപ്പെടും. അതാണ് ശിക്ഷ. എന്താണ് ശിക്ഷ? എന്താണ് അയാൾക്ക് ഉണ്ടാവുന്നത്? തസ്വീഫ് തൗബ, തൗബ ചെയ്യൂല. തെറ്റുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, തൗബ ചെയ്യുന്ന ഒരു ചിന്ത ഉണ്ടാവില്ല. തൗബയുടെ വിഷയത്തിൽ അയാൾ അമാന്തം കാണിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ ആകാമെന്ന് വിചാരിക്കുന്നു. അള്ളാഹിനോട് നിൽക്കുന്ന ഏറ്റു പറഞ്ഞ് പടച്ചിറപ്പിനോടൊന്ന് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവൻ എന്തെല്ലാം പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സോൾവ് ചെയ്യാനുണ്ട്, ഇല്ല, അതിൽ നിന്ന് ചിന്തല്ല. അതേപോലെ തന്നെ ഓതർക്കി റിളാ ബിൽ കഫാഫ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനായിട്ട് കഴിയൂല, ഇനിയും വെട്ടിപ്പിടിക്കാനുള്ള ആഗ്രഹത്തിൽ ഓടുകയാണ്. അപ്പോൾ പലതും, അപ്പോൾ ഹറാമ് പ്രശ്നം ഉണ്ടാവില്ല, 2 ആൾക്കാരെ കൊടുക്കും തെറ്റിക്കുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല, കുടുംബബന്ധം മുറിക്കണതിന് പ്രശ്നം ഉണ്ടാവില്ല, കാരണം പൈസ ഉണ്ടാക്കിയാൽ മതി, ദുനിയാവ് ഉണ്ടാക്കിയാൽ മതി. അതേപോലെ തന്നെ തകാസുൽ ഫിൽ ഇബാദത്തിൽ വലിയ മടിയനായിരിക്കും. അപ്പോൾ വല്ലാത്ത അടിവരയിട്ട് മനസ്സിലാക്കേണ്ട സഹോദരന്മാരെ, നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് തുന്നിച്ചേർക്കേണ്ട വാചകമാണ് ഈ ദഖീഖ് റഹ്മത്തുള്ളാഹി അലൈഹി നമ്മോട് പറഞ്ഞത്. എന്ന് മാത്രമല്ല, ദുനിയാവിൻ്റെ പിന്നാലെ ഓടുക എന്നുള്ളത് നമ്മളെ മരണബോധത്തിൽ നിന്നും പിന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വല്ലാഹി മദ്ദുനിയ ഫിൽ ആഖിറ ഇല്ലാ മിസ്ലു മാ യജ്അലു അഹദികും ഇസ്ബാഹു ഹാദിഹി വഅശാറ ബി സബ്ബാബ ഫിൽ യമ്മി ഫൽയൻദുർ ബിമാ യർജഅ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, ഈ ദുനിയാവും ഈ ദുനിയാവിൻ്റെ വ്യാപ്തിയും അതേപോലെ തന്നെ പരലോകവും പരലോകത്തിൻ്റെ വ്യാപ്തിയും അതിൻ്റെ വിശാലതയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് തുലനം ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. തൻ്റെ സബ്ബാബത്ത് വിരല്, ചൂണ്ടുവിരല് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടലിൽ മുക്കിക്കൊണ്ട് എടുത്ത്, എന്നിട്ട് തൻ്റെ വിരലിൽ എത്രയാണോ വെള്ളം ബാക്കിയായത്, ആ വെള്ളം എത്രയാണോ ബാക്കിയത് അതാണ് ദുനിയാവിൻ്റെ വ്യാപ്തി എന്നും, പാരാവാരം പോലെ കിടക്കുന്ന ആ കടലിൽ എത്രയാണ് ജലമുള്ളത് അതാണ് പരലോകമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരണം. അപ്പോൾ ഏത് ലോകത്തിന് വേണ്ടിയിട്ടാണ്? ഈ വിരലിൽ ബാക്കിയായിട്ടുള്ള വെള്ളം അതാണ് ദുനിയാവ്, ഈ കടലിൽ ബാക്കിയുള്ളതാണ് പരലോകം, അതാ അതിൻ്റെ വ്യാപ്തി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ഏതിനു വേണ്ടി പണിയെടുക്കണം? വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ, അതാണ് വിശുദ്ധ ഖുർആൻ അടിക്കടി പറയാനുള്ള കാരണം. വമൽ ഹയാത്തിദ് ദുനിയാ ഇല്ലാ ലഹ്വുൻ വലഇബ്, ഈ ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ കളിയും വിനോദവും അല്ലാതെ മറ്റൊന്നുമല്ല. വഇന്നദ് ദാറൽ ആഖിറത ലഹിയൽ ഹൈവാൻ, എന്നാൽ പരലോകമാണ് യഥാർത്ഥ ജീവിതം. ലൗ കാനൂ യഅലമൂൻ, അവർ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായേനെ. അതാ പറഞ്ഞ് ഇത്രയൊക്കെ റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്തല്ലോ. പരലോകത്തിൻ്റെ വ്യാപ്തിയും വിശാലതയും നരകവും സ്വർഗവും ഇതെങ്ങാനും കാലികൾ അറിഞ്ഞാൽ, നാക്കാലികൾ അറിഞ്ഞാൽ അവർക്ക് തിന്നാൻ തോന്നൂല. അവർക്ക് തിന്നാൻ, ഭക്ഷണം കഴിക്കാൻ, ആസ്വദിക്കാൻ, ജീവിതം ആസ്വദിക്കാൻ അവർക്ക് കഴിയൂല. അപ്പം പിന്നെ എല്ലും തോലുമായിട്ടുള്ള കാലികളെ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് തിന്നാൻ, തടിച്ചിന് തിന്നാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഖുത്ബ തുടങ്ങിയത്. വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം കേട്ടോ. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളത്തേക്ക് വേണ്ടി എന്തോരിക്ക് വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഓരോരുത്തരും ഊറ്റാലോചിക്കണം. കൊണ്ടുപോകാൻ എന്ത് വിഭവങ്ങളുണ്ട് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബീറാണ്, വളരെ സൂക്ഷ്മമായി അറിയുന്നവനാണ്. ബിമാ തഅമലൂൻ, നിങ്ങൾ അമലാക്കുന്നത്, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മമായി അറിയുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ അമല് ചെയ്യണം. മരണത്തിൻ്റെ സമയത്ത് വിലപിച്ചിട്ട് കാര്യമില്ല. എന്താ മരണത്തിൻ്റെ സമയത്ത് മനുഷ്യൻ്റെ വിലാപം എന്താണ്? ഖാല റബ്ബിർജിഊൻ, പടച്ചവനെ ഒന്ന് മടക്കിക്കൊണ്ട, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ നഷ്ടപ്പെടുത്തിയതായ അമലു സ്വാലിഹാത്തുകളൊക്കെ ചെയ്തു കൊള്ളാം. നിസ്കരിച്ചോളാം റബ്ബേ, ജമാഅത്തിന് പള്ളിയിൽ പോയിക്കോളാം റബ്ബേ,
എത്ര അതിൻ്റെയൊക്കെ കൂലി? ഒതുവെടുത്ത് പള്ളിയിലേക്ക് ജമാഅത്തിന് വരുന്നതിൻ്റെ കൂലി എത്ര? പള്ളിയിൽ നിസ്കാരം കാത്തിരിക്കുന്നതിൻ്റെ കൂലി എത്രയാണ്? സുബഹിക്ക് പള്ളിയിൽ പോകുന്നതിൻ്റെ കൂലി എത്രയാണ്? രാത്രി നമസ്കാരത്തിൻ്റെ പ്രതിഫലം എത്രയാണ്? എല്ലാം നഷ്ടപ്പെടുത്തി ഒക്കെ സില്ലിയാക്കി വിട്ടു. അള്ളാന്റെ മാർഗത്തിന് നയ പൈസ കൊടുത്തിട്ടില്ല, കാര്യമായി കണ്ടറിഞ്ഞ് കൊടുത്തിട്ടില്ല, തനിക്ക് വേണമെന്ന് വിചാരിച്ച് കൊടുത്തിട്ടില്ല. അപ്പൊ പറയണില്ല അല്ലി അമൽ സാലിഹൻ ഫീമാ തറക്തു, പടച്ച റബ്ബേ നഷ്ടപ്പെടുത്തിയതെല്ലാം ചെയ്തു കൊള്ളാം. കല്ല ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. അതൊരു വെറും വർത്താനാണോ? അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അതിൻ്റെ ഇടയിൽ പിടിച്ചു കൊണ്ടുപോകും. ഇനി ബർസഖിലേക്കാണെന്നർത്ഥം, ഇനി ബർസഖിലേക്കാണ്. നോക്ക് നിങ്ങൾ, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഫകുല്ലുൻ മുഫർരിതുൻ യൻദമു ഇൻദൽ ഇഹ്തിളാർ. വീഴ്ച വരുത്തിയിട്ടുള്ള, അമല് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുള്ള ഓരോ മനുഷ്യനും ഇഹ്തിളാറിന്റെ സമയത്ത്, സക്കറാത്തിന്റെ സമയത്ത് ഖേദിക്കും. ഏത് മനുഷ്യനും, ഈ ഡ്യൂട്ടിയിൽ വീഴ്ച വരുത്തിയിട്ടുള്ള ഏത് മനുഷ്യനും സക്കറാത്തിന്റെ സമയത്ത് ഖേദിക്കും. അവൻ ചോദിക്കും, പടച്ചോനെ കുറച്ച് സമയം നീട്ടിക്കൊണ്ടാന്ന് ചോദിക്കും. മനസ്സിലായില്ലേ? വലൗ ശൈഅൻ യസീറൻ, കുറച്ചെങ്കിലും, കൂടുതലൊന്നും വേണ്ട, ഒരു 2 കൊല്ലം ജീവിക്കട്ടെ, 1 കൊല്ലം ജീവിക്കട്ടെ, 1 മാസം ഒന്നും വേണ്ട, കുറച്ച് സമയം. സക്കറാത്തിന്റെ സമയത്ത് ഏതൊരു മനുഷ്യനും, തൻ്റെ ഡ്യൂട്ടി നിർവഹിക്കാത്ത ഏതു മനുഷ്യനും ചോദിക്കുമെന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി. എങ്ങനെയെങ്കിലും ഒന്ന് പിടിക്കാൻ, ഒന്ന് കയ്യെത്തി പിടിക്കാൻ, തനിക്ക് നഷ്ടപ്പെട്ടതൊന്ന് പിടിച്ചെടുക്കാൻ അവൻ ശ്രമിക്കും. പക്ഷേ അത് വിദൂരമാണ്. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, അവൻ്റെ ജീവിതം കഴിഞ്ഞു പോയി, ഇനി വരാനുള്ളത് വരികയാണ്. എന്താണത്? എവിടേക്കാണ് അവൻ പോകുന്നത്? അവൻ നഷ്ടപ്പെടുത്തിയതെല്ലാം അതൊക്കെ വിദൂരമായി കഴിഞ്ഞു. അത് വേറൊരു ലോകമാണ്, ഇത് വേറൊരു ലോകത്തിലേക്കാണ്, അതിൻ്റെ വാതിലാണ്. ആ വാതിൽ തുറന്നാൽ ഈ ലോകത്തെത്തി. പിന്നെ അവൻ ചോദിക്കാണ് സമയം ചോദിച്ചിട്ട് കാര്യമില്ല എന്നർത്ഥം. അതുകൊണ്ട് സഹോദരന്മാരെ, ഉള്ള സമയത്ത്, ഇപ്പോൾ പോകുന്നറിയില്ല, ഉള്ള സമയത്ത് സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ ഡ്യൂട്ടി നമ്മൾ നിർവഹിക്കണം. എന്നിട്ട് ഹറാമുകളിൽ നിന്നും മാറി നിൽക്കണം. അള്ളാഹുവിനെ സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. അതിന് തടസ്സമാകരുത് നമ്മുടെ ബിസിനസ്സുകളും, അതേപോലെ തന്നെ നമ്മുടെ രസങ്ങളും, നമ്മുടെ കുടുംബവും, നമ്മുടെ ഭാര്യമാരും, നമ്മുടെ ഭർത്താക്കന്മാരും ഒന്നും അതിന് തടസ്സമാകരുത് എന്ന് മാത്രമല്ല, എല്ലാം അതിന് സഹായകരമാകണം. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, നല്ല ഭാര്യ ഭർത്താവിനെ സഹായിക്കുന്നവരാണ്, നല്ല ഭർത്താവ് ഭാര്യയെ സഹായിക്കുന്നവരാണ്. രാത്രി നിസ്കാരത്തിൽ വിളിക്കുന്നു, എണീറ്റിടെ വെള്ളം കുടയുന്നു, അല്ലേ? അപ്പോൾ ദേഷ്യം പിടിക്കല്ല, വെള്ളം കുടഞ്ഞുകൊണ്ട് നന്നായി, നമ്മൾ നിസ്കരിക്കുക എന്ന് പറയുന്നവരാണ്. ബാക്കി എല്ലാം അതിലേക്കുള്ള ചേരുവകളാണ്, അതിലേക്ക് സഹായകരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് മക്കളുടെ വിഷയം പറഞ്ഞു. മക്കൾ എന്തിനാ? നമുക്ക് സ്വർഗം കിട്ടാനുള്ളതാണ്. അതേപോലെ തന്നെ സമ്പത്ത് എന്തിനാ? നമുക്ക് സ്വർഗം ഉണ്ടാക്കാനുള്ളതാണ്. എല്ലാം അങ്ങനെ തന്നെയാണ്. കുടുംബക്കാർ, കൂട്ടുകാർ എല്ലാം നമുക്ക് നല്ല കൂട്ടുകാരൻ സ്വർഗത്തിലേക്ക് ആനയിക്കും. അതുകൊണ്ട് അതൊന്നും നമ്മളെ പരലോകം നഷ്ടപ്പെടുത്തുന്ന ആവരുത്, നമുക്ക് പരലോകം നേടിയെടുക്കാനുള്ള വിഭവങ്ങളാവണം എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ്റെയും ഹദീസിൻ്റെയും അധ്യാപനങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ഓർമ്മിച്ച് ജീവിതത്തിൽ പാലിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരുമാറാവട്ടെ. അള്ളാഹുവിനെ സന്തോഷത്തോട് കണ്ടുമുട്ടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മളെയും അവരുടെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار وادخلنا الفردوس يا رب العالمين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.